DFO ഓഫീസ് അതിക്രമ കേസിൽ PV അൻവർ MLAയുടെ അറസ്റ്റിനെതിരെ പ്രതിപക്ഷവും കത്തോലിക്ക സഭയും രംഗത്ത് വരുന്നു. നിയമസഭ തല്ലിപ്പൊളിച്ചവരെ സംരക്ഷിക്കുന്ന സർക്കാർ സമരം ചെയ്തവരെ വേട്ടയാടുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശനം ഉന്നയിക്കുന്നു. PV അൻവറിനെതിരെ പ്രതികാര നടപടിയെന്നും അറസ്റ്റ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. നോട്ടീസ് കൊടുത്താൽ വരുമല്ലോ. അപ്പം അതുപോലെ തന്നെ സിമിലർ കാര്യങ്ങളിലൊക്കെ കേരളത്തിൽ സാധാരണ പോലീസ് എടുക്കുന്ന അതിർവരമ്പുകളൊന്നും പാലിക്കാതെ വലിയ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ നേരിടുന്ന തരത്തിൽ പോലീസ് സന്നദ്ധത്തോടു കൂടി വന്ന് വലിയ അറസ്റ്റും കാര്യങ്ങളൊക്കെ അത് ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഭരണകക്ഷിയായിരുന്നെങ്കിൽ ഇതിലും വലിയ സംഭവം ഉണ്ടായാലും ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് പൊതുവിലുള്ള അഭിപ്രായം. PV അൻവറിന്റെ അറസ്റ്റ് കർഷക സമൂഹത്തോടുള്ള വെല്ലുവിളി എന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോ സിഞ്ചനാനിയിൽ വിമർശിച്ചു. PV അൻവറിനെ അറസ്റ്റ് ചെയ്തത് കർഷക സമൂഹത്തോടുള്ള വലിയ വെല്ലുവിളിയാണ്. അദ്ദേഹം ഒരു സഹോദരന്റെ മരണത്തില് പ്രതിഷേധിച്ചു. ആ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഈ ആനയെ തടയാനുള്ള ഉത്തരവാദിത്വമുള്ള ഫോറസ്റ്റുകാർക്കെതിരെ കേസില്ല. ആ ആന വന്ന് കൊന്നതിനും കേസില്ല. അതിനെ പ്രതിഷേധിച്ച ഒരാൾക്കെതിരെ കേസെടുക്കുക എന്നുള്ളത് എന്തൊരു അന്യായമാണ്. അതും ജാമ്യം കിട്ടാത്ത വകുപ്പുകള് കർഷക സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണിത്. അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ അനൌദ്യോഗിക ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി സ്ഥിരീകരിച്ചു. അടുത്ത UDF യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ചർച്ച ചെയ്തിരിക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് ഞാൻ ഒറ്റയ്ക്ക് പറയുന്നത് ശരിയല്ലല്ലോ. ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനം, അതിന് പല വശങ്ങളും ഉണ്ട്. UDF ആ വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പ്രതിപക്ഷതാവിനോട് സംസാരിച്ചിരുന്നു, ശ്രീ രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചിരുന്നു, KPCC നേതാക്കളോട് ഇതിൻ്റെ ഇടയിലൊക്കെ പല പ്രാവശ്യം സംസാരിച്ചിരുന്നു. ഞങ്ങൾ പാർട്ടിയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച വന്നിരുന്നു. പാർട്ടി തന്നെ അല്ലേ ഇപ്പോൾ പക്ഷം മലപ്പുറം ജില്ലാ കമ്മിറ്റി ആലോചിച്ചു. തിരുവമ്പാടി ഞങ്ങൾ മലയോര മേഖലയിലുള്ള മണ്ഡലങ്ങളും ഒക്കെ ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. വിപിൻ C. വിജയൻ വിവരങ്ങളും ചേരുന്നു. വിപിൻ, പൊതുമുതൽ നശിപ്പിക്കൽ ഇക്കാലത്തിന്റെ സമരരീതിയല്ല ചെയ്തുകൂടാ. അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെങ്കിലും അൻവർ ഏറ്റെടുക്കുന്ന വിഷയം ഈ മണി എന്ന് പറയുന്ന ഒരു പാവം യുവാവിനെ ആന ചവിട്ടിക്കുന്ന ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷെ അതിന് തൊട്ട് മുൻപ് ഒരു അമറിലാഹി ഉണ്ട്, അതിന് തൊട്ട് മുമ്പ് ഒരു എൽദോസ് ഉണ്ട്. ഈ മലയോര മേഖലയുടെ സ്ഥിരമാദിയും വേദനയും ഏറ്റെടുക്കുകയാണ് PV അൻവർ MLA. അതിനുവേണ്ടിയായിരുന്നു ആ സമരം. ആ സമരത്തിന് പ്രതിപക്ഷത്തിന് മാത്രമല്ല ആ മേഖലയുടെ പിന്തുണ കിട്ടുന്നത് സ്വാഭാവികമാണ്. വിപിൻ, ഇപ്പോൾ ഈ PV അൻവറിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അഭയം ഇനി എവിടെ എന്നുള്ളതിന് ഒരു ഉത്തരം കൂടിയാവുകയാണ് ഈ അറസ്റ്റ് എന്ന് പറയാം. കാരണം എങ്ങോട്ടേക്കാണ് ഇനി DMKയുടെ പോക്ക്, എങ്ങോട്ടേക്കാണ്, അതിന്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ UDFിലേക്കുള്ള ഒരു പ്രവേശനം അത് അടഞ്ഞ ഒരു വാതിലാണ് എന്നൊക്കെ പലപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനോടൊരു സോഫ്റ്റ് കോർണർ വന്നു നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു അറസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിലിപ്പോൾ ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി തന്നെ പറയുന്നത് അനൌദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു എന്നുള്ളത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ അടുത്ത UDF യോഗം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുമെന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനും ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ചർച്ച ചെയ്തിരിക്കുന്നു. UDFിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഇനി ഔദ്യോഗികമായി എല്ലാ വശങ്ങളും പരിശോധിക്കണമല്ലോ എന്ന് മാത്രമാണ് ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ UDFിന്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്തുണ ഇതിൽ ലഭിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി DMKയുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു അലയൻസ് ഉണ്ടാകും എന്നുള്ളതിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങൾ പോകുന്നത്. ഒരു പക്ഷേ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം അതിന്റെ ഒരു തുടർ നീക്കങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. മറ്റൊന്നുള്ളത്, ഇപ്പോൾ താമരശ്ശേരി രൂപത ബിഷപ്പ് ഒക്കെയുള്ള നൽകുന്ന ഒരു പിന്തുണയാണ്. അൻവർ DMK ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി പിണങ്ങിയതിന് ശേഷം കൃത്യമായി ഫോക്കസ് ചെയ്യുന്നത് മലയോര മേഖലയുടെ അതിൽ പൊളിറ്റിക്കൽ വശമുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ വശത്തേക്കാൾ കൂടുതൽ ഞാൻ പ്രസക്തമായി കാണുന്നു, വിപിൻ, ഞാൻ വ്യക്തിപരമായി പറയുകയാണ്. ഒന്ന് മണി എന്ന് പറയുന്ന ഒരു പാമ്പ് പിടിച്ചോ മരിക്കുന്നു, അതിനും അമറിലാഹി, അതിനും ബെൽദോസ് നിസ്സഹായരായ മനുഷ്യരെ കാട്ടാൻ ചവിട്ടിക്കൊല്ലുകയാണ്. ഇവിടെ വേണ്ട രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഉയരുന്നു ചോദിച്ചാൽ ഈ വിഷയത്തിൽ കാര്യമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നുമില്ല. വനം വകുപ്പ് ആ വിഷയത്തിൽ എന്തൊക്കെയോ പറയുന്നുമുണ്ട്. ആ സമയത്ത് PV അൻവർ ഒരു സമരം ഏറ്റെടുക്കുകയാണ്. ആ സമരം സ്വാഭാവികമായും മലയോര മേഖലയുടെ പിന്തുണ
അർഹിക്കുന്ന സമരവുമാണ്, അത് സ്വാഭാവികവുമാണ്. വിപിൻ, അതെ, ഈ വനം വകുപ്പിനെതിരെ ആദ്യം മുതൽ തന്നെ ഒരു നിലപാടെടുക്കുന്ന ഒരാളാണ് PV അൻവർ. കാരണം വനം മന്ത്രിയെ തന്നെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള വിമർശനം ഇതിനു മുൻപും നടത്തിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ അത് പ്രതിപക്ഷത്തുള്ള ഒരാൾ നടത്തുന്നതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വനം മന്ത്രിയെ ഇരുത്തിക്കൊണ്ട് തന്നെ ഈ വകുപ്പ് ഒന്നിനും കൊള്ളാത്തതാണ് എന്നുവരെ PV അൻവർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ മലയോര മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു DMK പാർട്ടി രൂപീകരിച്ചതിന് ശേഷമൊക്കെ ഒരു പ്രവർത്തനം ഉണ്ടായത്. അവിടെ സജീവമായി തന്നെ അവിടുത്തെ വിഷയങ്ങൾ എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ബെൽറ്റ് കൃത്യമായി അൻവർ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു CPM-ന്റെയൊക്കെ ഒരു വിശകലനം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. നിലമ്പൂരിന്റെ പല മേഖലകളിലും വന്യമൃഗശല്യം അതിരൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുടിയേറ്റ മേഖലയിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങളൊക്കെ PV അൻവർ എടുത്തിരുന്നു. അത്തരത്തിലുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഇന്നലെയും എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസമായി ഒരു യാത്ര നടത്തുന്നുണ്ട്. അതും ഈ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെങ്കിലും, അൻവർ ഇനി കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തനാവാൻ നോക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും, അൻവർ ഉന്നയിക്കുന്ന വിഷയം ഇതാണ്. ഈ പറയുന്ന നിരന്തരം ഒന്നിന് പിന്നാലെ ഒന്നാകെ 2 ആഴ്ചക്കുള്ളിലൊക്കെ 3 മരണം എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ? ആ മരണം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ദാരുണമായ, കാട്ടാന ചവിട്ടി ഇഞ്ച പരുവത്തിൽ പിഞ്ഞിപ്പറഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾ കാണേണ്ടി വരുന്ന വല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ആ മേഖലയുടെ വേദനയാണത്. ആ വേദനയിൽ ഇതിനോടകം തന്നെ വലിയ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഉണ്ടാവേണ്ടതാണ്. അത് ദൗർഭാഗ്യവശാൽ എന്തുകൊണ്ടോ ഉണ്ടാവുന്നില്ല. അത് അൻവർ ഏറ്റെടുക്കുന്നു. അതിൻ്റെ ഭാഗമായി ജയിലിൽ പോകുന്നു PV അൻവർ.